ഹലോ ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ വറവാണ്. ഈസിയായി വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. ഈ ചിക്കൻ വറവ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കടായിയാണ്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഈ ഒരു കടായി നമുക്ക് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് കടായി നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഒഴിക്കാം. നമ്മൾ ഇത്രയും ഓയിൽ എടുത്തിട്ടുണ്ട്, ഇത്രയും മതിയാവുന്നതായിരിക്കും. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇതിലേക്ക് ഇടാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാള ഇതുപോലെ നേരിയതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ഇടാം. എന്നിട്ടൊരു തവി വെച്ചിട്ട് നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കാം. നമ്മുടെ സവാള ഒക്കെ വാടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലേക്കായുമ്പോൾ നിർത്താവുന്നതാണ്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് ചേർത്താൽ മതിയാകും. അടുത്തതായി നമ്മൾ എടുക്കുന്നത് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയാണ്. അത് നമുക്ക് ഈ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവനായി നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഇളക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തവി വെച്ചിട്ട് നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ഞാനിതിലേക്ക് ചേർക്കുന്നത് മുളക് അരച്ചതാണ്. ചുവന്ന മുളകും മല്ലിയും വറുത്തിട്ട് അരച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 തവി മുളക് അരച്ചിട്ടതാണ്. എന്നിട്ട് നമുക്കിങ്ങനെ തവി വെച്ചിട്ട് നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ഇതിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് തവി വെച്ചിട്ട് നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാനിവിടെ എടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഇത്രയും എടുത്തിട്ടുണ്ട്. വൃത്തിയായി നല്ലോണം കഴുകി വെള്ളം കൂറ്റിയെടുത്തിട്ട് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ മുഴുവനായി ഗ്രേവിയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് മസാല നല്ല വിധം പിടിക്കും വിധം നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കാം. നല്ലോണം തന്നെ ഇളക്കാം. എന്നിട്ട് കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വേവാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കനൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവിയത് വറുത്തെടുക്കാം. അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാനാണ്. സ്റ്റൗ ഓണാക്കിയ ശേഷം നമുക്ക് ഈ ഒരു പാന് സ്റ്റൗവിൽ വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ചിരവിയത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പകുതി തേങ്ങ ചിരവിയതാണ്. ഒരു തേങ്ങ മുഴുവനായി എടുത്തിട്ടില്ല, പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ചിരവി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുഴുവനായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ വറുത്ത് കൊടുക്കാം. ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് വറുക്കാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് മുഴുവനായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തവി വെച്ചിട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കാം. നല്ലോണം വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ചിരവിയത് നല്ലോണം വറുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്കാകുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ്. നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിക്ക് വെന്ത് വരുന്നുണ്ട്. നല്ല രീതിക്ക് വെന്ത് വന്ന ശേഷം നമുക്ക് തേങ്ങ വറുത്തെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ വേവുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തേങ്ങ ചിരവിയത് മുഴുവനായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തേങ്ങ ചിരവിയത് വറുത്തെടുത്തത് മുഴുവനായി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തവി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതിന് കുറച്ച് മല്ലിയില ഈ ചിക്കൻ വറവിൻ്റെ മുകളിലേക്കായി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചിക്കൻ വറവിന് ഒരു ബൗളിലേക്കിട്ട് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കിടിലൻ ടേസ്റ്റാണ്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.